മേഖലയെ മാറ്റുന്നതിനായി ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് ഫോർ വികസിത് ഭാരത് രൂപീകരിക്കും. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കാനും ഈ കമ്മിറ്റി മേഖലയെ സമഗ്രമായി വിലയിരുത്തും. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്നതാണ് അടുത്ത പ്രപ്പോസൽ. ബയോഫാർമ മേഖലയുടെ വികസനത്തിനായി ബയോഫാർമ ശക്തി എന്ന പദ്ധതി നടപ്പിലാക്കുന്നു. ബയോഫാർമ ശക്തി അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും. ഇത് ബയോളജിക്സ്, ബയോസിമിലറുകൾ എന്നിവയുടെ ആഭ്യന്തര ഉൽപാദനത്തിനായി ഒരു മികച്ച സാഹചര്യം തന്നെ ഒരുക്കും. ബയോഫാർമ മേഖലയ്ക്കായി 3 പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് (NIPE) സ്ഥാപിക്കുകയും നിലവിലുള്ള 7 നവീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ 7 നിലവിലുള്ളത് മൊഹാലി, അഹമ്മദാബാദ്, ഗുവാഹത്തി, ഹാജിപൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, റായ്ബറേലി. ഇത് 3 പുതിയ സ്ഥാപനങ്ങളും കൂടിയാണ് വരുന്നത്. 3 സംസ്ഥാനങ്ങളിലായിരിക്കും. കേരളത്തിന് വലിയ സംഭാവന നൽകാവുന്ന പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ സാധ്യതയാണ് ബയോഫാർമ രംഗത്ത് ഈ ബഡ്ജറ്റ് ഒരുപക്ഷെ പ്രദാനം ചെയ്യുന്നത്. ഇന്ത്യയിലുടനീളം അംഗീകൃതമായ 1000-ലധികം ക്ലിനിക്കൽ ട്രയൽ സൈറ്റുകളുടെ ഒരു ശൃംഖല നിർമ്മിക്കും. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനെ CDSCO ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും. അതിവേഗ റെയിൽ ഇടനാഴികൾ വളർച്ചയുടെ ചാലകശക്തി. പരിസ്ഥിതി സൗഹൃദമായ 7 അതിവേഗ റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കും. ഈ ഇടനാഴികൾ താഴെ പറയുന്ന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. 1 മുംബൈ പുനെ, 2 പുനെ ഹൈദരാബാദ്, 3 ഹൈദരാബാദ് ബംഗളൂരു, 4 ഹൈദരാബാദ് ചെന്നൈ, 5 ചെന്നൈ ബംഗളൂരു, 6 ഡൽഹി വാരണാസി, 7 വാരണാസി സിലിഗുരി. മൂലധന ചെലവ് കേപെക്സ് വർധന. രാജ്യത്തിന്റെ വികസനത്തിനായി മൂലധന ചെലവ് റെക്കോർഡ് തുകയായ 12.2 ലക്ഷം കോടിയായി ഉയർത്തിയിട്ടുണ്ട്. ഫലപ്രദമായ മൂലധന ചെലവ് എഫക്റ്റീവ് കേപെക്സ് 11.1 ലക്ഷം കോടി രൂപയായിരിക്കും. ഇത് GDP-യുടെ 4.4%. സംസ്ഥാനങ്ങൾക്കുള്ള 50 വർഷത്തെ പലിശരഹിത വായ്പ സാസ്കി സെൻട്രലി സപ്പോർട്ടഡ് സ്കീംസ് 2 ലക്ഷം കോടി ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അഷ്ടമുടി പ്രോജക്റ്റ് കൊല്ലം അതിന് നൽകിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം നൽകിയതാണ്. സാസ്കിയുടെ കീഴിൽ 59.71 കോടിയാണ്. അതുപോലെ തന്നെ വടകരയിലുള്ള സർഗാലയ പ്രോജക്റ്റ് അതിന് 95 കോടി രൂപയാണ് ഇതുവഴി നൽകിയിട്ടുള്ളത്. ചരക്കുകളുടെ സുസ്ഥിര ചലനം സസ്റ്റൈനബിൾ മൂവ്മെന്റ് ഓഫ് കാർഗോ. കിഴക്ക് ദങ്കുനി മുതൽ